മോശമായിട്ട് വ്യാഖ്യാനിക്കരുത്. നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും സംശയങ്ങൾ ഒരുമിച്ചുകൂടും. പിന്നെ അതിന് തുടർച്ചയായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊക്കെ ആ വ്യക്തിയിലേക്ക് പടിചാരപ്പെടുന്ന കാര്യമായി മാറും. അതുകൊണ്ടാണ് ധാരണകളെ നന്നാക്കണം എന്ന് പറഞ്ഞത്. ഒരു ചെറിയ ധാരണ പിശക് കൊണ്ട് ഒരുപാട് മുസീബത്തുകളാണ് ലോകത്തുണ്ടായിത്തീരുന്നത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ഉപദേശിച്ച ഉപദേശങ്ങളിൽ വലിയൊരു ഉപദേശമാണ് ഇത്തഖൂ മവാദിഅത് തുഹം. തെറ്റിദ്ധാരണകൾ വരുത്തുന്ന പഴുതുകൾ നിങ്ങൾ ഉണ്ടാക്കരുത്, അത് കാത്തു സൂക്ഷിക്കണം എന്നത്. നമ്മൾ രണ്ടാളുകൾ കൂടി സംസാരിക്കുമ്പോ മൂന്നാമത്തെ ഒരാൾ അങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ കുറച്ചു നേരം അവിടെ നിൽക്കണമെന്ന് പറയുമ്പോ അയാളെ മനസ്സിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ വരുമ്പോഴേക്ക് സംസാരം കഴിഞ്ഞാൽ അയാളോട് പറയണം, ഞങ്ങളൊരു കച്ചവടത്തെ പറ്റി അവരെ സംസാരത്തിനാണ് ഞാനത് ഉപദേശിച്ചത്. പ്രത്യേകിച്ച് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഏതൊരു ആണിനെ പറ്റിയും പെണ്ണിനെ പറ്റിയും നല്ല ധാരണകൾ വെച്ചു പുലർത്തണം. നല്ല ഭാവനകളാകണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. മുഅ്മിനീങ്ങളെ പറ്റി നല്ലത് വിചാരിക്കണം, തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം. ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു വീട്ടിലോ ഒരു കുടുംബത്തിലോ ഒരാളോട് സംസാരിക്കുന്നതോ എന്തെങ്കിലും കണ്ടാൽ നല്ല വഴിക്കതിനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാകണം ഉണ്ടാകേണ്ടത്. ഒരാളെ പറ്റി വിചാരിക്കുമ്പോഴും നല്ല വിചാരങ്ങളാണ് മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടത്. മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് സംശയമാണെങ്കിൽ നമ്മുടെ ഖൽബിൽ നിറയുന്നത് മുഴുവനും കളവായിരിക്കും കൂടുതൽ. ഇന്ന സ്വിദ്ഖ തുമഅനീനതുൻ വൽ കദിബരീബതുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സത്യമായ നിലക്കുള്ള ഒരു ധാരണ, സത്യമായ നിലക്കുള്ള ഒരു വിശ്വാസം, സത്യമായ നിലക്ക് നീ ഉൾക്കൊള്ളുന്നത് തുമഅനീനത്തുൻ, അത് മനസ്സിന് സമാധാനമേകുന്നതാണ്. എപ്പോഴും നിന്റെ മനസ്സിന് നല്ല ശാന്തിയുണ്ടാകും. അതേ സമയത്ത് വൽ കദിബ രീബത്തുൻ, സംശയം ജനിപ്പിക്കുന്ന വിഷയങ്ങൾ കളവായിട്ട് മാറുന്നു. കളവ് പിന്നീട് ഇങ്ങനെ ഒരു കൂടി വരുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. മനസ്സിന് കറകൾ കൂടുതൽ കൂടുതൽ ബാധിച്ച് മനസ്സ് കറുക്കുകയാണ്, പരിശുദ്ധി നഷ്ടപ്പെടുകയാണ്. നല്ല സ്വഭാവങ്ങൾ മുഴുവനും മനസ്സിൽ നിന്ന് പറന്നകലുകയാണ്. നല്ലത് വിചാരിക്കണം. ഒരു വാർത്ത കേൾക്കുമ്പോഴും അങ്ങനെയാണ് വേണ്ടത്. നാട്ടിൽ ഒരാണിനെ പറ്റി ഒരു പെണ്ണിനെ പറ്റി ഒരു വിവരം കേൾക്കുമ്പോഴേക്ക് അടുത്ത ആളിലേക്ക് നിങ്ങൾ മെസ്സേജ് കൈമാറരുത്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, വലൗലാ ഇദ് സമീഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. സുഖകരമല്ലാത്ത ഒരു വാർത്ത കേൾക്കുമ്പോ അത് മറ്റുള്ളവരിലേക്ക് കൈമാറാൻ നമ്മുടെ മനസ്സ് ധൃതിപ്പെടുകയാണ്. ഉപകരണങ്ങൾ പെട്ടെന്ന് നമ്മോട് സജീവമാകാൻ പറയുകയാണ്. എന്തെങ്കിലും ഒരു വ്യാജ വാർത്ത കേൾക്കുമ്പോ എന്തേ നിങ്ങൾക്ക് നല്ലത് വിചാരിച്ചൂടെ, അത് നല്ല നിലക്കൊന്ന് വ്യാഖ്യാനിച്ചൂടെ. വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ.
ഇത് വ്യക്തമായും ഒരു വ്യാജ വാർത്തയാണ് എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തകരാറൊന്നുമില്ലല്ലോ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് മറ്റൊരാളിലേക്ക് പകർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അങ്ങനെയാണ്. സംശയദൃഷ്ടിയാ കണ്ട കാര്യമാണെങ്കിലും വിഷയം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നോക്ക്, ഒരാണിനെയും പെണ്ണിനെയും അസമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടാലും അത് ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കുവാനോ വളച്ചൊടിക്കുവാനോ നമുക്ക് മാർഗമില്ല. എന്തേ ഇസ്ലാം അങ്ങനെ വെച്ചത്? നമ്മുടെ മനസ്സ് കേടാകണ്ടെന്ന് വരുത്തിയിട്ടാണ്. നമ്മുടെ മനസ്സ് അതുകൊണ്ട് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയിട്ടാണ്. നമ്മുടെ മനസ്സിൽ നന്മയാണ് ഉണ്ടാകേണ്ടത്. ഒരാണിനെയും ഒരു പെണ്ണിനെയും നമ്മൾ അസമയത്തൊരു സ്ഥലത്ത് കാണുന്നു, നമ്മൾ ആ കണ്ട കാഴ്ച മാത്രമേ ഉള്ളൂ. അവര് നടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ അവർ സഞ്ചരിക്കുകയാണ്, അത്രേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ ആ കണ്ടത് ഒന്നുകൂടി ഏച്ചുകൂട്ടി മറ്റൊരാളോട് പറഞ്ഞാൽ, അയാൾ ഒന്നുകൂടി അതിലേക്ക് ചിലതൊക്കെ ചേർത്ത് വേറൊരാളോട് പറഞ്ഞാൽ അവസാനം എത്തിച്ചേരുന്നത് വേറെ എന്തെയോ വലിയ കുഴപ്പമായിട്ടാണ്, വിഷയമായിട്ടാണ്. കണ്ടത് തന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ അതിന്റെ ഭാഷ ശരിയായിട്ടില്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും. സംശയത്തോടെയുള്ളൊരു വാർത്ത കേട്ടാൽ തന്നെ നല്ല നിലക്ക് ഭാവിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അതേ സമയത്ത് ദുഷിച്ചൊരു വ്യാഖ്യാനം അതിന് നൽകിയാൽ ദുരന്തമാണ് ഉണ്ടായിത്തീരുക. സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാം അങ്ങനെയാണ് നമ്മോട് കൽപ്പിക്കുന്നത്. നല്ലത് മനസ്സിലാക്കാൻ ചിത്രമാകണം. പക്ഷേ പൊതുവെ മനുഷ്യന്റെ മനസ്സിലേക്ക് അങ്ങനെയല്ല വരുന്നത്. ദുഷിച്ച ചിത്രങ്ങളാണ്. ആ മനുഷ്യനെ പറ്റിയുള്ള ദുർഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പെട്ടെന്ന് കടന്നു വരിക. അതേ സമയത്ത് നല്ല മനസ്സുള്ള മനുഷ്യന്മാരങ്ങനെയല്ല വിലയിരുത്തുന്നത്. നല്ല രൂപത്തിലെ അവര് വിലയിരുത്തൂ. കണ്ടില്ലേ നിങ്ങൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമും സഹപ്രവർത്തകരും കൂടി ഒരു വഴിക്ക് പോകുമ്പോ ഒരു നായ, അത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, ഒരു നായ അതിന്റെ ജീവൻ പോയി ഒരു ഭാഗത്ത് കിടക്കുന്നു. രീതിയിൽ ഒരു ചത്ത നായ എന്ന നിലക്ക് അതിനെ ഇകഴ്ത്തി പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് ജീവൻ പോയിട്ടുണ്ടെങ്കിലും അതിന്റെ പല്ലിന് കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, നല്ല വെളുപ്പുണ്ട്. എന്റെ പല്ല് കണ്ടില്ലേ, നല്ല ക്ലിയർ ഉണ്ട്. ഗുരുതരമായി നജസുള്ള ഒരു സാധനമാണ് നായ. പക്ഷെ അതിനെപ്പറ്റി പോലും കേടായി പറയാൻ പറ്റൂല. ഒരു ജീവിയെ പറ്റിയും പറയാൻ പാടില്ല, ഒരു ജീവിയെ നിന്ദിക്കാൻ പാടില്ല. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ. ഓരോന്നിനും നൽകേണ്ട ബഹുമാനം ഓരോന്നിനും ഉണ്ട്. നായക്ക് അത്തരത്തിലുള്ള ഒരു ഇകഴ്ത്തിക്കൊണ്ടൊരു സംസാരം പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ തിരുത്തിയത് നല്ല ഭാഷയിലൂടെയാണ്, നല്ല ഭാഷണത്തിലൂടെയാണ്. അതെങ്ങനെ വന്നു? നല്ല മനസ്സിൽ നിന്ന് അങ്ങനെ വരും. നല്ല മനസ്സിൽ നിന്ന് നല്ല റിസൾട്ട് വരും. അതേ സമയത്ത് ഒരാളെ കാണുമ്പോ എപ്പോഴും നമുക്ക് തോന്നുന്നത് അയാൾ അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളാണ്, കുറവുള്ള ആളാണ്. പിന്നെ ആരാ ഉഷാറുള്ള ആള്? നമ്മൾ മാത്രം. നമുക്ക് മാത്രമേ ഉഷാറുള്ളൂ. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നന്മയാണ്. തിന്മ ചെയ്ത ആളാണെങ്കിലും അയാളിലുള്ളൊരു നന്മയാണ് പെട്ടെന്ന് ഉദിച്ചു വരേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മദ്യപാനം നടത്തപ്പെട്ട ഒരു സ്വഹാബിയെ കൊണ്ടുവന്നു. ഇസ്ലാമികമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കപ്പെട്ടു. ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നല്ല ബന്ധമുള്ള സ്വഹാബിയായിരുന്നു. ബഹുമാനപ്പെട്ട നുഐമാൻ റളിയല്ലാഹു അൻഹു. നുഐമാൻ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. നുഐമാൻ റളിയല്ലാഹു അൻഹു ഒരു സാധാരണ വ്യക്തിയല്ല,
ബദരീങ്ങളിൽപ്പെട്ട മഹാനും കൂടിയാണ്. ഐലന്നു ഐമാനല്ലദീ ഖദ് ഹാസ മിൻ ഇൽഹാഖി ഖൈറിൽ ഖൽഖി കുല്ല മുനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് വലിയ സ്ഥാനം ഏറ്റുവാങ്ങിയ സ്വഹാബിയാണ് നുഐമാൻ റളിയല്ലാഹു അൻഹു. തങ്ങളെ മനസ്സിനെ സന്തോഷിപ്പിക്കും ചില പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോഴേക്ക് തന്നെ നബി തങ്ങൾക്ക് വലിയ സന്തോഷമാവും. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ, അവർ 2 മിനിറ്റ് നമ്മളോട് സംസാരിച്ചാൽ നമുക്കൊരു മനസ്സിനൊരു സമാധാനം, അവരെ കാണുമ്പോൾ തന്നെ മനസ്സിന് സമാധാനം, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നാലും മനസ്സിന് വലിയൊരു സന്തോഷമാണ്. അങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയാന്ന് പറയുന്നതും ഒരു നന്മയാണ്. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുക, മറ്റൊരാളെ മനസ്സിനെ നല്ലോണം വേദനിക്കുന്നൊരു മനസ്സിനെ അതിന്റെ മുറിവുകളൊക്കെ ഉണക്കിയിട്ട് ഒന്ന് നല്ല പേടിയൊക്കെ പോയി ഒരു പക്വതയിലെത്തിക്കുക, അത് നല്ലൊരു അമലാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന സുഹൃതങ്ങളിൽ നല്ലൊരു കർമ്മമാണ് മറ്റൊരാളെ കൽബിൽ ഒരു സന്തോഷം ഉണ്ടായി കൊടുക്കുക. ഈ നുഐമാൻ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് വരുമ്പോ ഒരു കച്ചവടക്കാരനിൽ നിന്ന് ഒരു കൊട്ട കാരക്ക വാങ്ങി. ഒരു കൊട്ട കാരക്ക വാങ്ങിയിട്ട് കാശ് തരാന്ന് പറഞ്ഞു. കടത്തിനാ വാങ്ങിയത്. കടത്തിന് സാധനങ്ങൾ വാങ്ങാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. കടത്തിന് ഒരു കൊട്ട കാരക്ക വാങ്ങിയിട്ട് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ദാ നബിയെ ഒരു കൊട്ട കാരക്കാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും തന്നിട്ടില്ല. നുഐമാൻ റളിയല്ലാഹുവിന്റെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. നുഐമാൻ റളിയല്ലാഹുവിനെ വിളിച്ചു, അല്ല നിങ്ങൾ കാശ് കൊടുത്തില്ലേ? നുഐമാൻ റളിയല്ലാഹുവിനെ പറഞ്ഞു, തങ്ങൾ കൊടുക്കുന്നുള്ള ഉറപ്പിൽ ഞാൻ വാങ്ങിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു, സന്തോഷത്തോടെ ആ ഒരു കൊട്ട കാരക്കയുടെ കാശ് കൊടുത്തു. നുഐമാൻ റളിയല്ലാഹുവിന് നൽകിയ ഈ സന്തോഷം കൊണ്ട് തങ്ങൾ ചിരിച്ചു. ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞപ്പോ ഈ നുഐമാൻ റളിയല്ലാഹുവിൽ നിന്ന് ഒരു കുറ്റം സംഭവിച്ചു. മദ്യപാനം നടത്തി മഹാനവറുകളെ തങ്ങളെ മുന്നിൽ ഹാജരാക്കി. അതിന്റെ ശിക്ഷ കൊടുത്തു 40 അടി. ആ അടി എങ്ങനെ നിർവഹിക്കപ്പെട്ടപ്പോൾ ഒരാള് നുഐമാൻ റളിയല്ലാഹു അൻഹുവിനെ അപ്പുറത്തുനിന്ന് ശാപവാക്കുകൊണ്ട് സംസാരിച്ചു, എതിർത്തുകൊണ്ട് സംസാരിച്ചു. അതിന്റെ പേരിൽ അടി ഇങ്ങനെ കിട്ടിയ നുഐമാൻ റളിയല്ലാഹു അൻഹുവിനെ ലഅനത്ത് ചെയ്ത് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തൽഅനൂ, നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്. ലാ തുഈനൂ അലൈഹി ശൈത്താൻ, പിശാചിനെ നിങ്ങൾ അദ്ദേഹത്തിന് സഹായകമാക്കരുത്. ശപിച്ചുകൊണ്ട് പിശാചിനെ വീണ്ടും ഒരു സഹായിയാക്കി കൊടുക്കരുത്. ഫവല്ലാഹി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താണ്? അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മഹബ്ബത്ത് വെക്കുന്ന ആളാണ്. ഒരു തെറ്റങ്ങോട്ട് ചെയ്തപ്പോഴേക്ക് പൂർണ്ണമായും ഇസ്ലാമിൽ നിന്ന് അയാൾ ഒഴിവായി പോയി എന്ന നിലക്ക് വിലയിരുത്തരുത്. ശാപവാക്കുകൾ അധികരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വീക്ഷണം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനിൽ ഒരു ദുസ്വഭാവമോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നതിനു പകരം നല്ല സ്വഭാവങ്ങൾ അയാളിലുള്ളത് വളർത്തിയിട്ടും വികസിപ്പിച്ചിട്ടും അദ്ദേഹത്തെ നന്നാക്കി എടുക്കുകയാണ് വേണ്ടത്. അതാണ് നല്ല മനസ്സുള്ള ആളുകളോട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നല്ല മനസ്ഥിതിയാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അടയാളം. അങ്ങനെയാണ് ഏതൊരു മനുഷ്യനെയും, ഏതൊരു ജീവിയെയും, ഏതൊരു സൃഷ്ടിയെയും അതിന്റെ നല്ല ഭാവത്തോടെ കാണാനുള്ള കാഴ്ചപ്പാട് വേണം. ഒന്നിനെയും നിസ്സാരപ്പെടുത്തരുത്, ഒന്നിനെയും ചെറുതാക്കരുത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിമാരിൽ നിങ്ങൾ നോക്ക്, ചെറിയ കുറിയ സ്വഹാബിമാരുണ്ട്, വലുപ്പം കുറഞ്ഞവർ.
നീളം കൂടിയവരും ഉണ്ട്, കറുത്തവരും ഉണ്ട്, വെളുത്തവരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാവരിലും ഉള്ള നന്മകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടത്. കുറവുകളെ വിലയിരുത്തിയിട്ടല്ല ഒരാളെയും പറയാനോ മറ്റോ അവിടുന്ന് അനുഭവിച്ചിട്ടില്ല. ഒരു ചെറിയ കുറവ് പറഞ്ഞ് അധിക്ഷേപിച്ചതിന്റെ പേരിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബിയെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ ശകാരിച്ചു. ഒരു ചെറിയ തർക്കമുണ്ടായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുപ്പിന്റെ പേരിൽ ഒന്ന് ആക്ഷേപിച്ചു. ലോകത്ത് ഇന്നും നമ്മൾ കാണുന്നു കറുത്ത വർഗക്കാരെ അടിച്ചമർത്തുന്ന സ്വഭാവം. കഴിഞ്ഞ വർഷവും ഈ വർഷത്തിന്റെ ആദ്യത്തിലും കറുത്ത വർഗക്കാരനായി എന്നതിന്റെ പേരിൽ കിരാതമർദ്ദനങ്ങൾ ഏൽക്കുന്ന ചിത്രങ്ങൾ വാർത്താ മീഡിയയിലൂടെ പലതും നാം കണ്ടു കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ കറുത്ത വർഗക്കാരെ ചവിട്ടി മെതിച്ച് കൊന്നുകളയുന്നത് വരെ നാം കണ്ടു കഴിഞ്ഞു. വിശുദ്ധ ഇസ്ലാം മാനവരാശിയോട്, മനുഷ്യ സമൂഹത്തോട് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു മനുഷ്യനും ഒരു മനുഷ്യനെയും അവമതിക്കാൻ പാടില്ല, ഇകഴ്ത്താൻ പാടില്ല, ഒരാളെയും നിന്ദിക്കാൻ പാടില്ല. മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള ഒരു ബഹുമാനം മനുഷ്യർക്ക് വലിയ അർത്ഥത്തിൽ അല്ലാഹു നൽകിയ ബഹുമാനമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനമുള്ള സ്വഹാബിയല്ലേ? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനമുള്ള സ്വഹാബിയാണ്. രണ്ടുപേരും വാക്ക് തർക്കങ്ങൾക്കിടയിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബോധന ചെയ്തപ്പോൾ യാ അബസ്സൗദാ ഇബ്ന സൗദാ എന്നൊരു പേര് വിളിച്ചു. ഇബ്ന സൗദാ, നിറം ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വിളി. ബിലാൽ റളിയല്ലാഹു അൻഹു മനസ്സിൽ വലിയൊരു സങ്കടം. ഈ വിളി പഴയ കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലും അടിമയായ കാലഘട്ടത്തിലും കേട്ടിട്ടുണ്ട്. അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടിയ ശേഷം ഇങ്ങനെ ഒരു പേര് വിളിക്കാറില്ല. പിന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിലാണല്ലോ ജീവിക്കുന്നത്. ഇപ്പോഴാണ് അങ്ങനെ ഒരു വിളി കേൾക്കുന്നത്. സങ്കടം സഹിക്കാത്തത് കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്റെ ഉമ്മാനെ പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചു. കറുത്ത പെണ്ണിന് ജനിച്ച മോനെ എന്നാണ് ആ വാക്കിന്റെ നേരെ അർത്ഥം. അപ്പൊ സ്വന്തം കളർ മാത്രല്ല, ഉമ്മാന്റെ കളറും കൂടി പറഞ്ഞു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വിളിച്ച് വലിയ ഗോത്രത്തിന്റെ തലവനാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, യാ അബൂദർ ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ്യ. അബൂദറുൽ ഗിഫാരി തങ്ങളെ, നിങ്ങളിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ സ്വഭാവം ബാക്കിയുണ്ടോ? എന്താ നിങ്ങളാ വിളിച്ചത്? എന്തൊരു വാക്കാ നിങ്ങളാ വിളിച്ചത്? കുറവുള്ള ഒരാളെ കുറവ് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഉപ്പമാരോടൊക്കെ പറയാനുള്ളത്, ഉമ്മമാരോടൊക്കെ. ഏതെങ്കിലും ഉസ്താദുമാര് വീട്ടിൽ വരുമ്പോ പഠനത്തിന് മികവ് കുറഞ്ഞ കുട്ടികളെ പറ്റിയിട്ട്, ഉസ്താദെ ഇവന് ദ്വാർക്കണം, ഇവന് ആളൊരു മണ്ടനാണ് എന്ന് പറയാൻ പാടില്ല. ഇവനൊരു പൊട്ടനാണ്, കഥല്ലാത്തവനാണ്, ബുദ്ധിയില്ലാത്തവനാണ് എന്ന് ആ കുട്ടിയെ നേരെ മുന്നിൽ നിർത്തിയിട്ട് രക്ഷിതാവ് പറയരുത്. ഈ കുട്ടിയുടെ പഠനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഓർമ്മശക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതൊക്കെ പറയാം. ആ കുട്ടിയെ ഇവൻ അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണ് എന്ന അർത്ഥത്തിൽ അധിക്ഷേപിക്കരുത്. എന്നും അതൊരു മനസ്സിലൊരു മുറിവായി എവിടെ കിടക്കും. ഞാനൊരു പൊട്ടനാണ്, ഞാനൊരു മണ്ടനാണ്, മടയനാണ്, ബുദ്ധിയില്ലാത്തവനാണെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞു, ഉപ്പ പറഞ്ഞു, ഇനി ഞാൻ അങ്ങനെ ഉണ്ടാകൂ. ആ കുട്ടിയുടെ മനസ്സിൽ അത് തറച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ പറയരുത്. കഴിവ് കുറഞ്ഞവനാണെങ്കിലും നല്ല കഴിവ് വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയാം, ദുആ ചെയ്യാൻ വേണ്ടി ഉപദേശിക്കാം.
പക്ഷേ കഴിവുകേടിലേക്ക് ചേർത്തിക്കൊണ്ട് പറയരുത്. അത് മനസ്സ് വേദനിപ്പിക്കുന്ന വിഷയമായി മാറും. ഏതെങ്കിലും തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ കുട്ടികളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ സ്വകാര്യമായി അവരെ സാന്നിധ്യത്തിലല്ലാതെ വിഷയങ്ങൾ പറയുകയും അതും നല്ല മനസ്സോടുകൂടെ മാത്രം നന്മ കരുതിയിട്ട് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രചോദിപ്പിക്കാനും ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഉണർത്തിക്കൊടുക്കാം. അവിടെയും ദുരുദ്ദേശം ഉണ്ടാകരുത്. നല്ല മനസ്ഥിതി മാത്രമേ ഉണ്ടാകാവൂ. അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചപ്പോ അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മാപ്പ് പറയുന്നു, പൊരുത്തപ്പെടിക്കുന്നു. പൊരുത്തപ്പെടിച്ചത് കൊണ്ട് മാത്രം മതിയായില്ല. ആ പൊരുത്തം നന്നായി കിട്ടുന്നതിന് വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദം പിടിച്ചുകൊണ്ട് അബൂ ദറുൽ ഗിഫാരി തങ്ങൾ പറയുന്നു, നിങ്ങളെ കാൽപാദം ഒന്ന് ഉയർത്തി തരണം, എന്റെ കവിളിലേക്കൊന്ന് ചേർത്ത് വെക്കാനാണ്. അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പലതവണ പറഞ്ഞിട്ടും അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കാല് വിട്ടില്ല. നിങ്ങളെ കാലൊന്ന് ഉയർത്തി തരണം, ഈ കറുത്ത നിറമുള്ള കാല് അതെന്റെ കവിളിലേക്കൊന്ന് ചേർത്തി വെക്കട്ടെ. എന്റെ മനസ്സിലുള്ള ദുഷ്കരമായ അവസ്ഥകൾ മുഴുവനും അതെന്റെ മനസ്സിൽ നിന്ന് മുഴുവനും പാറിപ്പറന്നു പോകണം. നല്ല സമത്വത്തിന്റെയും സമവാക്യത്തിന്റെയും ചിന്ത മാത്രമേ എന്റെ മനസ്സിൽ വരാവൂ എന്ന നിലക്ക് ആ കാലെങ്ങനെ ഉയർത്തിപ്പിടിച്ചു. അത് കവിളിലേക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു സമാധാനിച്ചു. സഹോദരങ്ങളെ, മനുഷ്യനെ ഈ രൂപത്തിൽ ഇകഴ്ത്തരുത്. സാമ്പത്തിക രംഗത്തൊരാൾക്ക് കുറവുണ്ടെങ്കിൽ അയാളെ പറ്റിയിട്ടൊരു സാധുവാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു വലിയ ആളായിട്ട് ഉയരരുത്. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ചിന്ത വരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് തങ്ങൾ ഉപദേശിച്ചില്ലേ? സഅദ് റളിയല്ലാഹു അൻഹു നല്ല സാമ്പത്തിക സ്രോതസ്സുള്ള സ്വഹാബിയായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന് തനിക്ക് നബി തങ്ങളെ മുന്നിൽ വലിയ മഹത്വവും സ്ഥാനവും ഉണ്ട് എന്ന അർത്ഥത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന വിഷയത്തെ ഒന്ന് ചികിത്സിച്ച് നിയന്ത്രിച്ചു മാറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദേ അൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും. നിങ്ങളെ സഹായിക്കപ്പെടുന്നതും നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നതും നിങ്ങളെ കൂട്ടത്തിലെ പാവങ്ങളുടെ ബറക്കത്ത് കൊണ്ടാണ്, സാധുക്കളുടെ പുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് സഹായം നൽകപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ സാധുക്കളെ നല്ല മഹത്വമുള്ളവരായി പരിഗണിക്കണം. ദുർബലരായ ആളുകളെ അവരെ മറ്റുള്ള ആളുകളെ പോലെ കണ്ട് പരിഗണിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടിച്ചേർന്നവരിൽ ഏറ്റവും അധികം ആരാണ് കൂടുന്നത് എന്ന് അബൂ സുഫിയാനോട് ഹിറഖിൽ ചക്രവർത്തി ചോദിച്ചില്ലേ? നിങ്ങളെ നാട്ടിൽ ദഅവത്ത് നടത്തുമ്പോൾ ആരാണ് കൂടുതൽ ആ നബിയെ അനുഗമിക്കുന്നത്? നിങ്ങളെ നാട്ടിലെ ദുർബലരാണോ പ്രമാണിമാരാണോ? അബൂ സുഫിയാൻ അന്ന് ഹിറഖിൽ ചക്രവർത്തിയോട് പറഞ്ഞു, കൂടുതലും ആ നബിയെ അനുഗമിക്കുന്നത് ജനങ്ങളിലെ ദുർബലരാണ്. സാധുക്കളുണ്ട്, ദരിദ്രരുണ്ട്, അഗതികളുണ്ട്, അതേ രൂപത്തിൽ തന്നെ അശരണരുണ്ട്, ആരും സഹായിക്കാനില്ലാതെ ഒറ്റക്ക് കഴിയുന്ന കുടുംബാംഗങ്ങളുണ്ട്, ആണും പെണ്ണുമുണ്ട്. അവരാണ് കൂടുതലും അവിടത്തോടൊപ്പമുള്ളത്. അതേ ആ ഉത്തരം കിട്ടിയപ്പോൾ അബൂ സുഫിയാനോട് ഹിറഖിൽ ചക്രവർത്തി പറഞ്ഞു, അങ്ങനെ തന്നെയാണ്. പൂർവകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല
ജനങ്ങൾക്കിടയിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാര് മുഴുവനും അങ്ങനെ തന്നെയാണ്. അവരുടെ പിന്നാലെ കൂടിയതും നടന്നിരുന്നതും അനുഗമിച്ചിരുന്നതും ജനങ്ങളിലെ ദുർബലരായിരുന്നു. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഏറ്റവും അധികം വിശ്വസിച്ചിരുന്നത് ആരാണ്? ഫിർഔനും ഫിർഔനിന്റെ അനുയായികളും. തട്ടിത്തെറിപ്പിച്ച് ചെറിയ ചെറിയ ചില്ലറ പണികൾ മാത്രം കൊടുത്തിരുന്ന, വലിയ ശമ്പളമുള്ള ഒരു തൊഴിലിലേക്കും കയറ്റിവിടാത്ത ബനൂ ഇസ്രായേൽ എന്ന ശ്രേഷ്ഠ കുടുംബമായ പാവങ്ങളായിരുന്നു. അവരല്ലേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ അധികവും ഉണ്ടായിരുന്നത്. അതേ സമയത്ത് ഫിർഔനിന്റെ കൂടെയുള്ളതോ വലിയ വലിയ പ്രമാണിമാരാണ്, ധനാഢ്യന്മാരാണ്, സമ്പന്നരാണ്, എല്ലാത്തരം കഴിവുകളും സ്വാധീനവും ഉള്ളവരാണ്. ചുരുങ്ങിയ ആളുകൾ, ദുർബലരായ ആളുകളല്ലേ, സാധുക്കളായ ആളുകളല്ലേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ഉണ്ടായിരുന്നത്. അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫിർഔൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ കൂട്ടത്തിൽ പ്രഗൽഭരും പ്രമാണിമാരും മുഴുവനും എന്നോടൊപ്പമാണുള്ളത്. സാധുക്കളായ ആളുകളിൽപ്പെട്ട കുറച്ചാളുകൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയും ഉണ്ട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ദുർബല വിഭാഗത്തിനാണ് വലിയ സ്ഥാനമാനവും കൊടുത്തത്. എപ്പോഴും അല്ലാഹുവിന്റെ ഒരു ഉദ്ദേശം അങ്ങനെയാണ്. വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുളിഫു ഫിൽ അർള് വനജ്അലഹും അഇമ്മതൻ വനജ്അലഹുമുൽ വാരിസീൻ. പക്ഷെ ആളുകളുടെ മനസ്സിൽ എപ്പോഴും കണ്ണു പോകുന്നതും മനസ്സ് പോകുന്നതും നേരെ തിരിച്ചാണ്. അങ്ങനെയാണ് മനസ്സ് പോകുക. ആളുകളുടെ മനസ്സൊക്കെ അങ്ങനെയല്ലേ പോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹാജിരീങ്ങളുടെ കൂട്ടത്തിലാണോ അൻസാറുകളുടെ കൂട്ടത്തിലാണോ എണ്ണുന്നത്? മുഹാജിറുകളുടെ കൂട്ടത്തിലാണ് എണ്ണുന്നത്. ഹിജ്റ എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠമായ കർമ്മത്തിന് ഭാഗ്യം കിട്ടിയവരാണ് മുഹാജിറുകൾ. ഹിജ്റ പോയ മുഹാജിറുകളൊക്കെ അധികവും പാവപ്പെട്ട സ്വഹാബിമാരായിരുന്നു. മക്കയിൽ ജീവിക്കുമ്പോൾ പലർക്കും സാമ്പത്തികമായ സ്രോതസ് ഉണ്ടായിരുന്നെങ്കിലും ഹിജ്റ എന്ന് പറയുന്ന ഈമാനിന് ഏറ്റവും മാറ്റുകൂട്ടുന്ന ഒരു സുഹൃതത്തിന് അവർ തയ്യാറെടുത്തപ്പോ പലതും കൈയൊഴിക്കേണ്ടി വന്നു. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ സഹായമാണ് അവർക്ക് നൽകിയത്. ഭൂമിയിലുള്ള ദുർബല വിഭാഗം അവരെ പുരോഗതിപ്പെടുത്തിയിട്ട് നേതാക്കളാക്കാനും ഭൂമിയുടെ അനന്തരാവകാശികളാക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു തീരുമാനമാണ്. കോടിക്കണക്കിന് ആസ്തിയുള്ള പല രാഷ്ട്രങ്ങളും അതുപോലെ പ്രതികരിക്കാൻ കഴിയാത്ത പാവപ്പെട്ട ദുർബല വിഭാഗത്തിന്റെ മേൽ, ജനവിഭാഗത്തിന്റെ മേൽ എപ്പോഴും പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും കടന്നാക്രമണം ചെയ്യുകയും അക്രമങ്ങൾ നിലനിർത്തിയിട്ട് ആയുധങ്ങൾ ചെലവഴിച്ചിട്ട് സമ്പത്ത് സ്വരൂപിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനും ഒരവസാനം വരും. ഒരവസാനം വരാതെ ലോകം അവസാനിക്കില്ല. ഒരവസാനം വരും. ഈ ദുർബല വിഭാഗത്തിന് വലിയ സ്ഥാനം റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ കൊടുക്കുന്ന ഒരു ദിനം ഭൂമിയിൽ വരാനുണ്ട്. അവർക്കന്ന് വലിയ സന്തോഷത്തിന്റെ ഒരു അവസ്ഥ വരും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ പുറപ്പാടും അതിനോടനുബന്ധിച്ചുള്ളതും എല്ലാം സന്തോഷം നൽകുന്ന കാര്യങ്ങളായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതേറ്റവും വലിയ സന്തോഷമായി തീരുന്നത് ഇന്ന് അക്രമികളായി ഭൂമിയിൽ രാവും പകലും വ്യത്യാസമില്ലാതെ, കുരുന്നുകൾ, സ്ത്രീകൾ, ദുർബലർ എന്ന് വ്യത്യാസമില്ലാതെ അക്രമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനത, അവർക്കാണ് ഏറ്റവും വലിയ സന്തോഷാവസ്ഥ വരുന്നത്. അവരെ അടിച്ചമർത്തുക എന്ന് പറയുന്നത് ഇവിടെ വലിയ ഒരു മുതലാളിത്ത രാജ്യത്തിന്റെ വിഭാഗത്തിന്റെ ഒരു വലിയൊരു വീക്ഷണമാണ്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് പുരോഗതി കൊടുത്ത്
അവർക്ക് ഉന്നതി കൊടുത്ത് ദുർബല വിഭാഗത്തെ അല്ലാഹു തആല ശക്തിപ്പെടുത്തും. എത്ര കഴിവുണ്ടായിരുന്നു ഫിർഔന്. ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയൊരു ചരിത്ര സംഹിതയല്ലേ അത്. എത്ര വലിയ കഴിവുള്ളാരായിരുന്നു ഫിർഔൻ. അവന്റെ ആസ്തി കൊണ്ടല്ലേ അവൻ ചോദിച്ചത് ജനങ്ങളോട്, അലൈസലി മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. മിസ്റിന്റെ ആധിപത്യം മുഴുവനും എനിക്കല്ലേ ജനങ്ങളെ, മിസ്റിന്റെ അധികാരം മുഴുവനും എനിക്കല്ലേ, ഈ കാണുന്ന നദികളൊക്കെ ഒഴുകുന്നത് എന്റെ കീഴിലല്ലേ ഇതൊക്കെ ഒഴുകുന്നത്. എന്താ അവന്റെ ചോദ്യം നോക്ക് നിങ്ങൾ. സാമ്പത്തികമായി വലിയ കഴിവുള്ള ഞാനല്ലേ ഒരു സാമ്പത്തിക സ്രോതസ്സും ഇല്ലാത്ത ഈ പാവപ്പെട്ട മനുഷ്യനേക്കാൾ ആരെ സൂചിപ്പിച്ച്, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൂചിപ്പിച്ച് ഇദ്ദേഹത്തെക്കാളും നല്ല ആള് ഞാനല്ലേ. അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ. പക്ഷേ എത്ര സംഘശക്തി ഉണ്ടായിരുന്നു, എത്ര സ്വാധീനമുണ്ടായിരുന്നു, എന്തെല്ലാം സാമ്പത്തിക സ്രോതസ് ഉണ്ടായിരുന്നു. കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറത്നാഹാ ഖൗമൻ ആഖരീൻ. എത്ര തോട്ടങ്ങളെയാണ് അവർ ഉപേക്ഷിച്ചത്, എത്ര നദികളെയാണ് അവർ ഉപേക്ഷിച്ചത്, എത്ര കൃഷിയിടങ്ങളെയാണ് അവർ ഉപേക്ഷിച്ചത്. കൊട്ടാരങ്ങളിൽ ഒന്നിലും അന്തിയുറങ്ങാൻ ഭാഗ്യം ലഭിക്കാതെ അവര് ഖൽസം നദിയുടെ ഉള്ളിലേക്ക് അകപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയാതെ മുഴുവൻ ആളുകളും മുങ്ങി നശിച്ചു പോയില്ലേ. സംഘശക്തിക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? കൂടെയുള്ള സേനക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? ഏതെങ്കിലും ഉപകരണത്തിനോ ഏതെങ്കിലും ആൾക്കോ മുങ്ങിത്തായുന്ന ഫിർഔനിനെ ഒന്ന് പിടിച്ച് രക്ഷിക്കാൻ കഴിഞ്ഞോ? കൂടെയുള്ള ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞോ? ഫഅഗ്റഖ്നാഹും അജ്മഈൻ ഫജഅൽനാഹും സലഫൻ വമസലൻ ലിൽ ആഖിരീൻ. അല്ലാഹു തആല പറഞ്ഞു, ആ ഫിർഔനിനെയും കൂട്ടരെയും പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് നമ്മളൊരു മാതൃകയാക്കി വെച്ചതാണ്. ഇത്രയും വലിയ അഹന്തയും അഹങ്കാരവും ഉപയോഗിച്ച് 10,000-കണക്കിന് കുരുന്നുകളെ കൊന്നൊടുക്കിയവനാണവൻ. ജനങ്ങൾക്കിടയിൽ സാമ്പത്തികത കൊണ്ട് വലിയ അഹന്ത നടിച്ചവനാണവൻ. എല്ലാം എന്റെ കാൽ കീഴിലാണെന്ന് പ്രസ്താവിച്ചവനാണവൻ. പക്ഷേ മരണം വന്നപ്പോൾ, നാശത്തിന് വിധേയനായപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ അവന്റെ സംഘശക്തിയുണ്ടായോ? അവന്റെ സേനയുണ്ടായോ? കാവൽ ഭടന്മാരുണ്ടായോ? ഏതെങ്കിലും ഒരാൾക്ക് അവനെ ആ ആയക്കഴുത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? അല്ലാഹു തആലാന്റെ സംവിധാനങ്ങൾക്ക് മറികടക്കാൻ ഏതെങ്കിലും ഒരു ശക്തിക്ക് കഴിഞ്ഞോ? അല്ലാഹു പറഞ്ഞു, വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. അവൻ നട്ടുവളർത്തിയ ഉദ്യാനങ്ങളും അവന്റെ ആരാമങ്ങളും അവന്റെ കോട്ടകൊത്തളങ്ങളും കൊട്ടാരങ്ങളും മറ്റൊരു ജനവിഭാഗത്തിന് നമ്മൾ അനന്തരം കൊടുത്തു. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻളരീൻ. അത്രയും ലക്ഷം ആളുകൾ മുങ്ങി നശിച്ചപ്പോ അവരെ പേരിൽ ദുഃഖിച്ചുകൊണ്ട് ആകാശം കരഞ്ഞില്ല, ഭൂമി കരഞ്ഞില്ല. ആകാശവും ഭൂമിയും അങ്ങനെ മരണത്തിന്റെ പേരിൽ കരയുമോ? കരയും. ഇന്നൽ മുഅ്മിന ഇദാ മാത ബക്കത്ത് അലൈഹി മുസല്ലാ. ഒരു മുഅ്മിൻ മരണപ്പെട്ടു പോകുമ്പോ ഇന്നലെ വരെ അവൻ നിസ്കരിച്ച മുസല്ല, ഇന്നവൻ നിസ്കരിച്ച മുസല്ല, അവൻ നെറ്റിവെച്ച് സുജൂദ് ചെയ്ത സ്ഥലമില്ലേ, അല്ലെങ്കിൽ അവന്റെ നിസ്കാരപ്പായയില്ലേ, മുഅ്മിനത്തായ പെണ്ണ് ധരിച്ച നിസ്കാര കുപ്പായമില്ലേ, ബക്കത്ത് അലൈഹി മുസല്ല. റബ്ബിന് സുജൂദ് ചെയ്ത ഇടം കരഞ്ഞു പോകുന്നു. ഇന്നലെ വരെ തസ്ബീഹ്
തസ്ബീഹ് കിട്ടിയ സ്ഥലത്ത് ഇന്ന് തസ്ബീഹ് കേൾക്കാനില്ലല്ലോ. അള്ളാഹുവിന് ഒരുപാട് തസ്ബീഹുകൾ ഈ സ്ഥലത്ത് ചെയ്തിരുന്ന വ്യക്തി എവിടെ? അള്ളാഹുവിന് ഒരുപാട് തസ്ബീഹ് ചൊല്ലിയിരുന്ന വ്യക്തി എവിടെ? ആ വ്യക്തി മരണപ്പെട്ടതിന്റെ പേരിൽ മുസല്ല കരയുന്നു, ആകാശം കരയുന്നു, ഭൂമി കരയുന്നു. കാരണം നന്മകളാണ് അവരിൽ നിന്ന് ആകാശവും ഭൂമിയും അനുഭവിച്ചത്. തിന്മകൾ അനുഭവിച്ചാൽ ആകാശം കരയില്ല, ഭൂമി കരയില്ല, എല്ലാം സന്തോഷിക്കുകയാണ്. ഫിർഔൻ ഏറ്റവും വലിയ അക്രമമല്ലേ ഭൂമിയിൽ വിധാനിച്ചത്? അവന്റെയും അവന്റെ സമൂഹത്തിന്റെയും പേരില് ആകാശം അനുശോചനം അർപ്പിച്ചില്ല. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബിമാർക്കും വലിയ സഹായം ചെയ്ത സ്വഹാബിയാണ്. ജീവിക്കാനുള്ള സഹായം മാത്രമല്ല, എല്ലാ നിലക്കും അന്തസ്സോടെ ജീവിക്കാനും എല്ലാ നിലക്കും വിശുദ്ധ ദീനിന്റെ പ്രചരണത്തിനും വലിയ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത സ്വഹാബി വഫാത്തായപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ അർശ് കരഞ്ഞില്ലയോ? ഇഹ്തസ്സ അർശുർ റഹ്മാനി ലിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് വേണ്ടി അല്ലാഹുവിന്റെ അർശ് വിറവിറച്ചു പോയി. കാരണം ആ അർശ് അനുഭവിച്ചിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന സുഹൃതങ്ങൾ അർശ് അനുഭവിച്ചിട്ടുണ്ട്. അർശ് അത് അറിഞ്ഞിട്ടുണ്ട്. അതിന്ന് ഉയർന്നു വരാതിരുന്നപ്പോ ഇന്നലെ വരെ ഉയർന്നു വന്ന സുഹൃതം ഇന്ന് അസ്തമിച്ചു പോയല്ലോ. ഭൂമിയിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് നീങ്ങിയല്ലോ എന്ന സങ്കടം കൊണ്ട് കരഞ്ഞുപോയി. ഓ സഹോദരങ്ങളെ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് പോലും പ്രവേശനമില്ലാത്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാർപ്പിക്കുന്നത്, അവരെ അധിവസിപ്പിക്കുന്നത് കൊട്ടാരത്തിലും അവന്റെ കൃഷിയിടങ്ങളിലും അവന്റെ തോട്ടങ്ങളിലും അവന്റെ സുഖസൗകര്യങ്ങളിലുമാണെങ്കിൽ റബ്ബിന്റെ തീരുമാനം എത്ര വലുതാണ്. അല്ലാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ ആർക്കെങ്കിലും ആകുമോ? ഇല്ലേ, ഇല്ല.